ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു എഗ്ഗ് ഗാർലിക് റൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 കപ്പ് ബിരിയാണി റൈസ് 3-4 വട്ടം കഴുകിയെടുത്തതിന് ശേഷം അരമണിക്കൂർ കുതിർത്തി വെച്ച് ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ ഈ കുതിർത്തി വെച്ച അരി അതിലേക്കിട്ട് കുറഞ്ഞ തീയിൽ 8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് അതിലെ വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കുക. 1/4 കപ്പ് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് അതും ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതും ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് കുറഞ്ഞ തീയിൽ 7-8 മിനിറ്റ് ഒന്ന് വറക്കിയെടുക്കുമ്പോഴേക്കും ഇതുപോലെ നന്നായി ഒന്ന് മൊരിഞ്ഞു വരും. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് അതുകൂടിയിട്ട് എല്ലാം കൂടി നന്നായി അതിലെ പച്ചമണം പോകുന്നത് വരയ്ക്ക് 1 മിനിറ്റ് കുറഞ്ഞ തീയിലൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് 5-6 മിനിറ്റ് കുറഞ്ഞ തീയിൽ തന്നെ നന്നായി ഒന്ന് മുരിച്ചെടുത്ത് അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് അതിലേക്കിട്ട് ഉപ്പ് പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും ചേർത്ത് കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ആ റൈസ് വേറെ സൈഡ് ഡിഷ് ഒന്നും തന്നെ ആവശ്യമില്ല. ആ റൈസ് അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം.